എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഒരു നിരാകാരി അശരീരി ആത്മാവാണ്. എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ഞാൻ ശാന്തി ദേശനിവാസിയാണ്. ഞാൻ ശാന്തി ദേശത്തിൽ നിന്നും സാകാരലോകത്തിൽ അവതരിച്ച് ശരീരത്തിൻ്റെ ആധാരമെടുത്ത് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യുന്നു. ഞാൻ അവിനാശി ആത്മാവാണ്. പരമാത്മാ സുപ്രീമാണ്. എൻ്റെ പരംപ്രിയ ബാബയാണ്. ശിവബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. നോളജ്ഫുള്ളാണ്. ജ്ഞാനസാഗരമാണ്. പരിധിയില്ലാത്ത ബാബയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഞാൻ പരമാത്മാ ശിവബാബയെ ഓർമ്മിച്ച് അശരീരിയായിരിക്കുന്നു. എനിക്ക് ഈ ശരീരം ഒഴിവാക്കി അശരീരിയായി തിരിച്ചു പോകണം. എൻ്റെ ശാന്തിധാമം എന്നെ ആകർഷിക്കുന്നു. ഞാൻ അശരീരിയായി ശാന്തി ദേശത്തിലെത്തി ബീജരൂപസ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ ത്രിനേത്രിയായി മൂന്നാം നേത്രത്തിലൂടെ അനുഭവം ചെയ്യുന്നു. ഞാൻ ബീജരൂപ ബാബയുടെ സന്മുഖത്തിലിരിക്കുകയാണ്. ശാന്തിയുടെ ശക്തി, മൗനത്തിൻ്റെ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്നേഹസാഗരനായ എൻ്റെ ബാബ അതിസുന്ദരനാണ്. ഞാൻ അല്പസമയം പരിധിയില്ലാത്ത ശാന്തിയിൽ ശാന്തസ്വരൂപമായി നിലകൊള്ളുന്നു. ഇപ്പോൾ ഡ്രാമയുടെ ചക്രം പൂർത്തിയാവുകയാണ്. എനിക്ക് ക്ഷീരഖണ്ഡമായി പുതിയ ലോകത്തിലേക്ക് വരണം. മുഴുവൻ വിശ്വത്തിൻ്റെ ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ജ്ഞാനം ബാബ എനിക്ക് പഠിപ്പിച്ചു. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രം നൽകി. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ചു മറ്റൊന്നെടുക്കുന്നു. ആത്മാവിലാണ് മുഴുവൻ സംസ്കാരങ്ങളുമുള്ളത്. ഞാൻ നാമരൂപത്തിൽ നിന്നും വേറിട്ട് സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. കലിയുഗത്തിൽ
ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യരുടെ സ്വഭാവം ഉപ്പുവെള്ളത്തിന് സമാനം. പരസ്പരം യുദ്ധം ചെയ്ത് കലഹിച്ച് നശിച്ചു പോകുന്നതാണ്. പഴയ ലോകം പൂർത്തിയാകുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നാമരൂപത്തിൽ നിന്നും വേറിട്ടവരായി മാറൂ. സ്വയം അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. മുഴുവൻ ജ്ഞാനവും കേൾപ്പിച്ചിട്ടുള്ള ബാബയ്ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആത്മാക്കളുടെ നിരാകാരി വൃക്ഷം, മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷം, അതിനു മുകളിൽ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ബ്രഹ്മ ബാബ, ഉയർന്നതിലും ഉയർന്ന ബാബ വസിക്കുന്നത് പരമധാമത്തിലാണ്. ആത്മാക്കൾ പരമധാമത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ നേത്രത്തിലൂടെ, ദിവ്യദൃഷ്ടിയിലൂടെ, സാക്ഷാത്കാരത്തിലൂടെ സൂക്ഷ്മവതനത്തിലെത്താൻ കഴിയുന്നു. ഞാൻ എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത് അതനുസരിച്ച് ശിക്ഷ ലഭിക്കുന്നു. ബാബ ആർക്കും ശിക്ഷ നൽകുന്നില്ല. ഞാൻ ബാബയുടെ മഹിമ പാടിയിരുന്നു. ബാബ വന്ന് എൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കൂ എന്ന് വിളിച്ചിരുന്നു. ബാബ വന്ന് സർവ ആത്മാക്കളെയും രാവണ രാജ്യത്തിൽ നിന്നും മുക്തമാക്കുന്നു. ബാബയുടെ ലീലയാണ് സൃഷ്ടി പരിവർത്തനത്തിൻ്റെ ലീല. പഴയ ലോകം നശിക്കുന്നതിന് മുമ്പായി ആദ്യം പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുണ്ടാകുന്നു. ഞാൻ സ്വദർശന ചക്രധാരി ബ്രാഹ്മണനാണ്. ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്ന പാർട്ടെല്ലാം കൽപ്പത്തിന് ശേഷം വീണ്ടും ആവർത്തിക്കും. ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ്. പിന്നീട് ദൈവിക കുട്ടിയായി തീരും. എനിക്കിപ്പോൾ സതോ പ്രധാനമാകണം. ശ്രീമതപ്രകാരം ജീവിച്ച് ഞാൻ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നപ്പോൾ സ്വർണത്തിന് സമാനമായിരുന്നു. ബാബ കുട്ടികളോട് ആത്മീയ സംഭാഷണം ചെയ്യുന്നു. ഇത് കേട്ട് കേട്ട് ഞാൻ ദേവതയായി മാറുന്നു. ഞാൻ 5 വികാരങ്ങളുടെ സന്യാസം ചെയ്യുന്നു. പഴയ ലോകത്തിനോട് വൈരാഗ്യം വയ്ക്കുന്നു. ഇപ്പോൾ സൃഷ്ടി പരിവർത്തനത്തിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വയത്തെ പരിവർത്തനപ്പെടുത്തണം. മധുരമുള്ളവരായി തീരണം. അതിരാവിലെ എഴുന്നേറ്റ് ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു.
വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സേവനത്തിനോടുള്ള മോഹത്തിൽ നിന്നും വേറിട്ട് ബാബയോട് പ്രിയപ്പെട്ടവരായിരിക്കുന്നു. വ്യർത്ഥ സങ്കല്പങ്ങളെ ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ റിഹേഴ്സൽ ചെയ്യുകയാണെങ്കിൽ ശക്തിശാലിയായി മാറും. ഓം ശാന്തി.